കണ്ണൂരിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മരണം. 13-കാരി ദക്ഷിണയാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് പരിശോധനാ ഫലം. വെർമവീബ വെർമിഫോസിസ് എന്ന അമീബ ലക്ഷണങ്ങൾ കണ്ടത് 3.5 മാസം കഴിഞ്ഞപ്പോഴാണ്. തലവേദനയും ഛർദിയും ബാധിച്ച് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ദക്ഷിണ ആദ്യം ചികിത്സ തേടിയത്. ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ജനുവരി 28-ന് മൂന്നാറിൽ യാത്ര പോയ കുട്ടി പൂളിൽ കുളിച്ചിരുന്നു. മെയ് 8-നാണ് കുട്ടിക്ക് രോഗലക്ഷണം കണ്ടത്. നേരത്തെ കളക്ട് ചെയ്തിരുന്ന CSF സാമ്പിളിലും മരണത്തിന് ശേഷം എടുത്തൊരു ബ്രെയിൻ ബയോപ്സി സാമ്പിളിലുമാണ് ഇത് അമീബിക് PCR ടെസ്റ്റിലാണ് വെർമമീബ വെർമിഫോമിസ് എന്ന അമീബയെ നമ്മൾ സ്ഥിരീകരിച്ചത്. ഈ വെർമമീബ എന്ന സ്പീഷീസും ആൾറെഡി ഉള്ളതാണ്. എന്നാൽ അത് മനുഷ്യരിൽ ഇത്ര രൂക്ഷമായ രോഗാവസ്ഥ ഉണ്ടാക്കുന്നത് അപൂർവമായിട്ടേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്ന് കുട്ടിയെ ചികിത്സിച്ച ബേബി മെമ്മോറിയൽ ആശുപത്രി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അബ്ദുൾ റൌഫ് പറയുന്നു. ലോകത്ത് തന്നെ വളരെ കുറച്ച് പേരെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അതിജീവിച്ചിട്ടുള്ളൂ. 95% മുതൽ 100% വരെ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള അവസ്ഥയാണ്. നമ്മൾ യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചാൽ പോലും നമ്മൾ പണ്ടേ പറയാറുള്ളത് പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്കിത് ചികിത്സ വളരെ ബുദ്ധിമുട്ടായതിനാൽ ഇത് തടയുന്നതാണ് പ്രധാനം. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ വെള്ളം കെട്ടി നിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബ കാണപ്പെടാം. സ്വിമ്മിംഗ് പൂളുകളടക്കം പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും ഡോക്ടർ പറയുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.